സന്നിധാനത്തിലെ 18 പടികൾ ചവിട്ടാൻ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ്. ഇരുമുടിയിൽ ഒന്ന് മുൻമുടിയും മറ്റൊന്ന് പിൻമുടിയുമായാണ് കണക്കാക്കുന്നത്. മുൻമുടിയിലുള്ളതെല്ലാം ഭഗവാൻ അയ്യപ്പന് സമർപ്പിക്കാനും പിൻമുടിയിലുള്ളതെല്ലാം ഭക്തന്റെ ആവശ്യങ്ങൾക്കുമായാണ് കരുതുന്നത്. ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭൗതിക തലത്തിന്റെയും ആത്മീയ തലത്തിന്റെയും സന്തുലിതാവസ്ഥയുണ്ടാവണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇരുമുടിക്കെട്ടിലെ മുൻമുടി എപ്പോഴും വലുതായിരിക്കണമെന്നാണ്. അതായത് ഒരു വ്യക്തിയുടെ ആത്മീയ തലം എപ്പോഴും ഉയർന്നിരിക്കണം. നന്മയുടെയും തിന്മയുടെയും പ്രതീകമായും ഇരുമുടിക്കെട്ടിനെ കണക്കാക്കുന്നു. ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിനെ കെട്ടുനിറ എന്നു അറിയപ്പെടുന്നു. മുൻകെട്ടിൽ ഉണക്കലരി, നെയ്ത്തേങ്ങ, ശർക്കര, കദളിപ്പഴം, വെറ്റില, അടയ്ക്ക, കാണിപ്പൊന്ന് എന്നിവയാണ് കർപ്പൂരം തുടങ്ങി ദേവൻ അർപ്പിക്കേണ്ട പൂജാസാധനങ്ങളും പുണ്യനിവേദ്യങ്ങളും നിറയ്ക്കുന്നു. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയാണ് ഏറ്റവും പ്രധാനം. തേങ്ങയുടെ പുറം നന്നായി വൃത്തിയാക്കി അതിലൊരു ദ്വാരമിട്ട് തേങ്ങാവെള്ളം കളയുന്നു. പിന്നീട് ഭഗവാന്റെ അഭിഷേകത്തിനുപയോഗിക്കുന്ന ശുദ്ധമായ നെയ്യ് തേങ്ങയിൽ നിറയ്ക്കുന്നു. നെയ്യ്